കൊല്ല്. ഇതിലും ഭേദം മരിക്കുന്ന ഈ ജീവിതം എനിക്ക് മതിയായി. ഫ്ലാഷ് ബാക്ക്. ഞാന് ലൈവിൽ കുറെ വട്ടം ജോയിൻ ചെയ്യാൻ നോക്കി, പക്ഷെ പറ്റുന്നുണ്ടായില്ല. നെറ്റ്വർക്ക് എന്താ ഇഷ്യൂ ഉണ്ടായി. എനിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതിയത്. ഞാൻ രക്ഷപ്പെട്ടു എന്നാ കരുതിയത്. പന്നിയിറച്ചി കഴിക്കാൻ പറ്റാത്തത് എന്താ അറിയോ? അത് പന്നിയിറച്ചി എന്ന് പറയുമ്പോ നമ്മളെയാണല്ലോ മച്ചമ്പി. അതിന് മനുഷ്യന്റെ തൊലിയായിട്ടും അതേപോലെ മനുഷ്യന്മാരുമായിട്ട് സാദൃശ്യമുള്ള ഒരു ജീവിയാണ്. കണ്ടാലും തോന്നും. എന്താണ് തമാശ അല്ല തമാശ അതായത് മനുഷ്യന്റെ തൊലിയാണ് അതിന് സാദൃശ്യമുള്ളത്. എനിക്ക് എവിടെ പറയുന്നത് എന്ത് ഡേറ്റ ആണുള്ളത്? ഞാൻ ഇതൊക്കെ വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാ. എല്ലാവരും ഇനിയെങ്കിലും എന്നെ അഭിനന്ദിക്കേ. ഞാൻ പറയുന്നത് എന്താ വെച്ചാ പന്നിയുടെ അല്ല ആ പറഞ്ഞതിന് ഡേറ്റ വെക്ക്. സ്കിന്നില്ലേ, സിമിലാരിറ്റി ഉണ്ട് പന്നിയും മനുഷ്യനും തമ്മിൽ. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ട് ഇങ്ങനെ പറയുമ്പോ. അതിന്റെ ഇതാ. നീ അധികം അഭ്യാസം എടുക്കല്ലേ? നിനക്ക് എന്തെങ്കിലും തുറന്നു പറയാനുണ്ടെങ്കിൽ അത് പറ. ഇപ്പൊ താങ്കൾ പറഞ്ഞില്ലേ പന്നിയും മനുഷ്യനും തമ്മിൽ സ്കിന്ന് സിമിലർ ആണെന്ന്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ആണോ? അത് ഞാൻ റിസർച്ച് ചെയ്തിട്ടുണ്ട്. ആ റിസർച്ചിന്റെ ഡേറ്റ് എന്താ? എന്റെ കയ്യിലുണ്ടെങ്കിലല്ലേ അച്ചായ എന്റെ കയ്യിലുണ്ടെന്ന് ആൾക്കാരറിയൂ. എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ ഒളിപ്പിച്ചു വെച്ചില്ലേ. പന്നി മനുഷ്യനുമായിട്ട് നല്ല സാദൃശ്യമുണ്ട്. എന്താണ് ആ സിമിലാരിറ്റി? എന്താണ് അതെ, എന്താണ് ആ സിമിലാരിറ്റി? അതായത് പറഞ്ഞോളൂ, മറ്റേ ഇതല്ലടാ, ഇതോ സ്കിന്നിന്റെ സിമിലാരിറ്റി എന്ന് പറയുമ്പോൾ സ്കിൻ ഈസ് എ വെരി കോംപ്ലക്സ് ഓർഗൻ. ഒരു സെക്കൻഡ് കൈപ്പള്ളി, എന്തോ സംഭവമുണ്ട്. എനിക്ക് ഇനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. അപ്പൊ അതുകൊണ്ട് ഷഹീൻ ഷാ പറയുന്നത് അതുകൊണ്ടാണ് പന്നി കഴിച്ചുകൊണ്ട് പല അസുഖങ്ങളും വരും. പട്ടി നാറി, നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്ന് എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ ഞാൻ തൂറി എറിയും നിന്നെ. പന്നി കഴിച്ചാല് നിങ്ങൾ പന്നിയെ പച്ചക്കാണോ തിന്നുന്നത്? നിങ്ങൾ പന്നിയെ തിന്നാറില്ല. സാധാരണ ആൾക്കാർ പന്നി ഇറച്ചി കഴിക്കുന്നത് പച്ചക്കാണോ കഴിക്കുന്നത്? ഞാൻ പന്നി കഴിക്കാറില്ല. അല്ല, ഈ അസുഖം വരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ കോഴി ഇറച്ചി പച്ചക്കാണോ? ഫാറ്റ് കൂടുതലാണ്, പ്രോട്ടീൻ കുറവാണ്. പ്രോട്ടീൻ ഇല്ല അങ്ങനെ. അതുകൊണ്ടാണോ കഴിക്കണ്ടെന്ന് പറയുന്നത്? അങ്ങനെ ഖുറാനിൽ പറഞ്ഞിട്ട്. അത് മാത്രമല്ല, പല റീസൺസും ഉണ്ട്. പന്നി എന്തുകൊണ്ടാണ് പന്നി കഴിക്കണ്ടെന്ന് പറയുന്നത്? മിനിറ്റ്സ്. ഓക്കെ, അപ്പൊ ഷഹീൻ ഷാ പറഞ്ഞു വരുന്നത് ഇതുപോലെയുള്ള കുറെ കാരണങ്ങൾ കാരണമാണ് പന്നിയിറച്ചി തിന്നരുത് എന്ന് പറഞ്ഞത് എന്നാണോ? എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. അതന്നെ, പന്നി പിന്നെ വൃത്തിയില്ലാത്തൊരു ജീവിയാണ് ഈ പന്നി. ദൈവമേ, ഇവിടെ നിന്ന് നാശമാക്കും. നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമമില്ല. അതുകൊണ്ടാണോ പന്നിയിറച്ചി തിന്നരുത് എന്ന് പറയുന്നത്? കുറെ റീസൺസ് ഉണ്ട്. എന്നാൽ ഇസ്ലാമിൽ മനുഷ്യന്റെ ഇറച്ചി തിന്നാൻ പറ്റും. അപ്പോഴോ? എന്ന് വെച്ചാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ കാഫിറിനെ കൊന്നു തിന്നാന്ന് പറയും, മുസ്ലിമിനെ കൊന്നു തിന്നാന്നല്ല, കാഫിറിനെ. അപ്പൊ അത് ഓക്കെ ആണോ? അത്യാവശ്യ ഘട്ടത്തിലാണ്. 12 ആനി അതിന്റെ തോറ്റും തരാന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ട് ഞാനില്ല. പോയോടത്തോളം മതിയായി. തടി ബാക്കിയായത് തന്നെ റബ്ബിന്റെ കാവല്. അത്യാവശ്യ ഘട്ടങ്ങളിൽ കാഫിറിനെ കൊന്നു തിന്നാം, അത് ഓക്കെയാണ്. അതങ്ങനെ കഴിക്കണ എന്താ അറിയോ? ഞാൻ ഇനിയൊരു സത്യം പറയട്ടെ. എന്ത് സത്യം? അത്യാവശ്യ ഘട്ടങ്ങളിൽ കാഫിർ ആയ മനുഷ്യനെ കൊന്നു തിന്നാം. ഡു യു അഗ്രി വിത്ത് ദാറ്റ് ഓർ നോട്ട്? കാഫിറിനെ കൊന്നു തിന്നാന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാണ്. ഇത് ഞാൻ തെളിവുള്ള കാര്യമാണ് പറയുന്നത്. ഇസ്ലാമിലെ ഒരു ഫത്വയും ഇതിനകത്തുള്ള അധ്യാപനമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അധ്യാപന പ്രകാരം അത്യാവശ്യ ഘട്ടങ്ങളിൽ യുദ്ധ സന്ദർഭത്തിൽ നിങ്ങൾക്ക് വേറെ ഒന്നും തിന്നാൻ കിട്ടില്ല, പന്നിയുമില്ല എന്ന് വന്നാൽ കാഫിറിനെ കൊന്നു തിന്നാം എന്ന് പഠിപ്പിക്കുന്നു. റെഫറൻസ് ഉണ്ട്, അതിവിടെ ഉസ്താദുമാരെ സമ്മതിക്കുന്ന കാര്യമാണ്. ഷഹീൻ ഷാ ചോദിക്കുന്നത് റെഫറൻസ് ഉണ്ടോ ഇല്ല. നല്ല റെഫറൻസ് ഉണ്ടെങ്കിൽ ഷഹീൻ ഷാ സമ്മതിക്കോ? അത് നോക്കിയിട്ട് പറയുള്ളൂ. സമ്മതിക്കും. അത് നോക്കിയിട്ട് അത് നോക്കിയിട്ട് സമ്മതിക്കാൻ ഷഹീൻ ഷാ ആരാണ്? ഷഹീൻ ഷാ മുഹമ്മദ് നബി ആണോ? അല്ലല്ലോ. ഷഹീൻ ഷാ പണ്ഡിതനാണോ? അല്ലല്ലോ. ഞാനൊരു സാധനം തന്നാൽ അതിന്റെ പാണ്ഡിത്യം അളക്കാൻ മാത്രമുള്ള എന്തെങ്കിലും കൊണാൻഡ്രം ഷെഫിൻ ഷായുടെ കയ്യിലുണ്ടോ? ഇല്ലല്ലോ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്.
അല്ല എനിക്ക് അത് ഉണ്ടോ? നോക്കിയിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്ത് മണ്ണാങ്കട്ട നോക്കണ കാര്യമാണ് പറയണത്. നിങ്ങൾ എന്ത് മണ്ണാങ്കട്ട നോക്കുക? ആ സാധനം ഉണ്ടെങ്കിൽ, ആ നിയമം ഉണ്ടെങ്കിൽ ഷൈൻഷ എടുക്കൂല്ല. അത് ആദ്യം പറയും, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. അതൊക്കെ ഇരിക്കത്തേ ഉള്ളൂ. അത് നോക്കട്ടെ, നോക്കിയിട്ട് എന്ത് മണ്ണാങ്കട്ട അത് പറയും. നോക്കിയിട്ട് അത് ഉണ്ടെങ്കിൽ ഷൈൻഷ എന്ത് ചെയ്യും? ഓ പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. അത്യാവശ്യ ഘട്ടങ്ങളിൽ യുദ്ധ സന്ദർഭത്തിൽ കാഫിറിനെ കൊന്നു തിന്നാമെന്ന് പറയുന്നതിനോട് ഷൈൻഷ യോജിക്കുന്നുണ്ടോ ഇല്ലേ? യുദ്ധ സന്ദർഭങ്ങളിൽ എന്ന് പറയുമ്പോ ഫുഡ് കിട്ടാത്തപ്പോഴല്ലേ? ഫുഡ് കിട്ടാത്തപ്പോ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ ഫുഡ് തേടി പോവല്ലോ. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. തേടിപ്പോയിട്ട് അതായത് ഫുഡ് തേടിയിട്ട് നടന്നു പോകും. നടന്ന് ഞാൻ നിങ്ങൾ അങ്ങനെ തേടി പോയപ്പോ ഒരു കാഫിറിനെ കണ്ടു. ഷൈൻഷ ഏതെങ്കിലും പണ്ഡിതനാണോ? ആണോ? ഷൈൻഷ പണ്ഡിതനാണോ? ഷൈൻഷ പണ്ഡിതനാണോ? ആണോ? കുറച്ച് വിദ്യാഭ്യാസം കുറവാണെന്നേ ഉള്ളൂ. കുറെ വിദ്യകളും സകല അഭ്യാസങ്ങളും ഒക്കെ പഠിച്ചവനാണ് ഞാൻ. ഷൈൻഷ എത്ര കിതാബ് പഠിച്ചിട്ടുണ്ട്? അല്ലെങ്കിൽ നമുക്ക് നോക്കി ഷൈൻഷ എത്ര കിതാബ് പഠിച്ചിട്ടുണ്ട്? എത്ര ശതമാനം അറിയാം? ടോട്ടൽ ഇസ്ലാമിക് നോളജിന്റെ എത്ര ശതമാനം ഷൈൻഷയ്ക്ക് അറിയാം? ഒരു 27-28 അതിൽ കൂടില്ല. ഉത്തരം കൊടുക്കൂ. 100% അറിയോ? 60% അറിയാം. 60%. അപ്പൊ ബാക്കി 40% പിന്നെ എന്റെ വീട്ടിൽ നിന്ന് ബാപ്പ കൊണ്ടുവരുമോ? ബാക്കി 40% എന്റെ വീട്ടിൽ നിന്ന് ബാപ്പ കൊണ്ടുവരുമെന്ന്. ഇതിപ്പോ എല്ലാം പഠിക്കണമെങ്കിൽ ഞാൻ സ്കോളർ ഒന്നും അല്ലല്ലോ. അതന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ സ്കോളർ അല്ലാത്ത ഷൈൻഷായുടെ അണ്ണാക്കിലേക്ക് എനിക്ക് തെളിവ് തന്നിട്ട് അത് ഷൈൻഷായുടെ അംഗീകാരത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ട ഗതികേട് ഞമ്മക്കില്ല. അപ്പൊ അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന സമയത്ത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം പഠിപ്പിക്കുന്നത് അത്യാവശ്യ ഘട്ടങ്ങളിൽ മനുഷ്യനായ കാഫിറിനെ കൊന്നു തിന്നാമെന്ന് പറയുന്ന ഒരു അറപ്പുളവാക്കുന്ന അധ്യാപനമുള്ള ഒരു സാധനം ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. നിങ്ങൾ പന്നി തിന്നുന്നതിന്റെ ശാസ്ത്രം പറഞ്ഞിട്ട് ഞെളിയുന്നതിന് മുന്നേ ആദ്യം സ്വന്തം കിതാബിലുള്ള സാധനം എടുത്തിട്ട് കുഴിച്ചുകൂടാൻ നോക്കണ്ട. പൊന്നു കോയ ചെല്ല്. ഓക്കെ, നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ ആളുകളുടെ ധാരണ അങ്ങനെ ഒരു പ്രശ്നം അവിടെ വെച്ചു കൊടുത്തുകൊണ്ട് അവരെ ഈ ശുദ്ധിവാദത്തിലേക്ക് കൊണ്ടുപോവുക. ഇത് മതങ്ങളുടെ ഒരു പൊതു സ്വഭാവം. ഇസ്ലാമിൽ അത് കാര്യമായിട്ട് ചെയ്യുന്നു. ഇതുപോലുള്ള സാധാരണ വിശ്വാസികൾ പോലും അത് കൊണ്ടു നടക്കുന്നു. ഇതാണ് ഉണ്ടാവുന്നത്. എല്ലാവരും കൂടെ എന്നെ എങ്ങനെ ശിക്ഷിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? പിന്നെ ഈ പന്നീന്റെ കാര്യമൊക്കെ പറയും, പന്നി വലിയ പ്രശ്നമാണെന്നൊക്കെ പറയും. ഇതേ ഇസ്ലാം തന്നെയാണ് കാഫിറിനെ കൊന്നു വേണമെങ്കിൽ തിന്നാം, യുദ്ധ സന്ദർഭത്തിൽ വേറെ ഒന്നും തിന്നാൻ കിട്ടാത്തപ്പോ എന്നും കൂടി പെർമിഷൻ കൊടുക്കുമ്പോ ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വെടി വെച്ച് കൊല്ലണം. മനുഷ്യന്റെ ഇറച്ചി അത്യാവശ്യ ഘട്ടത്തിൽ തിന്നാന്ന് പറയുന്ന ആളുകളാണ്. പിന്നെയാണ് പന്നി. എനിക്ക് പറയാനുള്ളത് വളരെ നേരത്തെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, കേരളം ഒരു ഭ്രാന്താലയമാണ്. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിക്കാൻ നേരമില്ല.